ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചെടുത്ത ഒരു കഥന. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുതിര. അഹേദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടിവിടുത്തിൽ അഹ്മദ് നബിയോരിൽ സലാമുരൈത്തേ കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തിൽ. അഹദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടിവിടുത്തിൽ അഹ്മദ് നബിയോരിൽ സലാമുരൈത്തേ കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തിൽ. പതിവിനെതിരായി ചിന്താഭാരവുമായാണ് മദീനയിൽ നിന്ന് ഉറക്കമുണർന്നത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളത് പോലെ, എന്തോ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതിഞ്ഞു പൊങ്ങുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ദേ അങ്ങോട്ട് നോക്കൂ, മസ്ജിദ് നബിയുടെ ഓരത്ത് ചിന്തയിലാണ്ടിരിക്കുന്നത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാമായ അബൂ ത്വാലിബിന്റെ പ്രിയപുത്രൻ ജഅഫർ, ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ ജഅഫർ. കണ്ടാൽ റസൂലാണെന്ന് തോന്നിപ്പോകും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പീടുത്താരിൽ ബസറയിൽ ചെന്നാരേ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പുന്നാരേ, അവരെ ശുറബിൽ കൊന്നാരേ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പീടുത്താരിൽ ബസറയിൽ ചെന്നാരേ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പീടുത്താരിൽ ബസറയിൽ ചെന്നാരേ, അവരെ ശുറബിൽ കൊന്നാരേ. ആദരവായ റസൂലിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസറയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശുറഹബീൽ എന്ന നീചൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇനി ഹാരിസ് നമ്മളിലേക്ക് മടങ്ങി വരില്ല. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. അണപൊട്ടിയിരുന്ന കണ്ണീർ കണങ്ങൾക്കിടയിലും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പുലിക്കുട്ടിയെ പോലെ നിന്ന് ചിത്തി. മദീനയിൽ യുദ്ധകാലം മുഴങ്ങുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ, എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് കാത് കൊടുക്കുകയാണ്. എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക? തിരുത്വാഹ റസൂലുള്ളാന്റെ മരായ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാനകിലവും ത്വജിച്ചുള്ളോരേ. തിരുത്വാഹ റസൂലുള്ളാന്റെ മരായ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാനകിലവും ത്യജിച്ചുള്ളോരേ. സയ്യിദ് ഇബ്നു ഹാരിസ് മുന്നിൽ നിന്ന്, ജഅഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന്, എരുതിയിൽ അടരാടും നിന്നിത ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. ചേലോടെ ദീനിനെ നിർത്തണം ഖദീമായോനേ. അതെ, സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. അതെ, ഈ ഞാൻ തന്നെ. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനിന് കാവൽ നിൽക്കാൻ, സൈന്യത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബകം ആനന്ദത്താൽ കുളിർത്തു. പെട്ടെന്ന് യാത്ര തിരിക്കണം, പ്രിയതമയോട് വിട ചോദിക്കണം. എൻ്റെ അസ്മ, അവളൊരു പാവമാണ്.
ജീവിതത്തിന്റെ മധുനുകർന്ന വസന്ത രാവുകളൊന്നും അവർ ഏളെയൊന്നും അനുഭവിച്ചിട്ടില്ല. എൻ്റെ പിഞ്ചുമോൻ അല്ലാ, ഇനി അവർക്ക് ആരാണ് തമ്പുരാന്? ഒഴുകുന്ന കണ്ണുകളോട് നീറുന്ന ചിന്തയിൽ ജാഫർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. ഇതെല്ലാം കണ്ടും കേട്ടും പടിവാതിൽക്ക് തന്നെ അസ്മാ ബീവി നിൽപ്പുണ്ടായിരുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അവരെ മാറോട് അണച്ചു പിടിച്ചു. അസ്മാ, മോളെ അസ്മാ, യാത്രാമൊഴി തൊണ്ടയിൽ കുടുങ്ങി. വരട്ടെ മോളെ, വരട്ടെ. നാളെ റബ്ബിന്റെ സ്വർഗ്ഗലോകത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ 4 നേരങ്ങളും ദയാഗ്ര വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞൊഴുകി കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് തൻ്റെ പടക്കുതിരയുടെ മുകളിലേക്ക് ചാടിക്കയറാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി. ബാപ്പാ. തൻ്റെ പിഞ്ചോമനയെ വാരിപ്പുണർന്ന് ഒരു നിമിഷം അങ്ങനെ നിൽക്കവേ പടവാൾ തൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ ധീര വനിത പറയുകയാണ്: ഓണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ. പെരിയോൻ്റെ മറന്ന് ക്ഷമിച്ചിടാം ഞാൻ, പൂമോനിരന്നിടും സുവർഗം കൂടാൻ. പോണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ. പെരിയോൻ്റെ മറന്ന് ക്ഷമിച്ചിടാം ഞാൻ, പൂമോനിരന്നിടും സുവർഗം കൂടാൻ. അതെ, മൂത്തത്തിന്റെ പോർക്കളം. 100,000-ഓളം വരുന്ന ശത്രു സൈന്യം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ പതാകയുമേന്തി മുന്നിൽ നിന്നും പടനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്രതീക്ഷിതമായ വെട്ടേറ്റുകൊണ്ട് അദ്ദേഹം രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന അമർദ്ധ്വനി ഉയർക്കുകയും മുഴക്കിക്കൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹു ഇര കണ്ട സിംഹത്തെ പോലെ ശത്രുപാളയത്തിൽ ഇരഞ്ഞു കയറി തലകും വിലകും നോക്കി വെട്ടി ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരിയില പോലെ പാറി നടന്നു. എന്നിട്ടോ വമ്പുറ്റ ജാഫർ റളിയല്ല വീരർ ചാടി ഉയർന്ന് തകർക്കുന്നേ, വള്ളൽ തിരു മഹ്മൂദിൻ തൃക്കോടി ഇട്ടു ചവിട്ടുന്നോനാരടാ. വമ്പുറ്റ ജാഫർ റളിയല്ല വീരർ ചാടി ഉയർന്ന് തകർക്കുന്നേ, വള്ളൽ തിരു മഹ്മൂദിൻ തൃക്കോടി ഇട്ടു ചവിട്ടുന്നോനാ ാരടാ. അമ്പവൻ തന്നോടെ ദീനുൾക്കൊണ്ട് അല്ലാ പെരിയുന്നോനോദിയേ, അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് ഒമ്പരെ നെഞ്ചി പിളർത്തിടേ. അല്ലാ, ഒരു കാബാലികിന്റെ വെട്ടേറ്റുകൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ അറ്റു വീണു. സുബ്ഹാനല്ലാഹ്, താമസിയാതെ ഇടത് കൈ പൊടിഞ്ഞു തൂങ്ങി. തന്റെ വലത് കൈ വെട്ടിയിട്ട് തന്റെ ഇടത് കൈ മുറിച്ചിട്ട് തന്റെ ഹബീബ് ഏൽപ്പിച്ച വിശുദ്ധ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയെയും ഞാൻ അനുവദിക്കില്ല, ഒരു ധിക്കാരിയെയും ഞാൻ അനുവദിക്കില്ല. തന്റെ പകുതി ഛേദിക്കപ്പെട്ട രക്തമൂറ്റുന്ന കൈത്തണ്ടുകൾക്കിടയിലൂടെ ആ വിശുദ്ധ പതാക മാറോടണച്ചു പിടിച്ചുകൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹു സധൈര്യം മുന്നേറി. കലിതുള്ളിയ ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു കുടഞ്ഞു. ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ചാട്ടൊളി അദ്ദേഹത്തിന്റെ ഹൃദയം നടുക്കെ പിളർത്തി. ആ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പതുക്കെ ആ നയനങ്ങൾ അടഞ്ഞു. മാലാഖമാർക്കൊപ്പം ആ പുണ്യാത്മാവ് സ്വർഗ്ഗലോകത്തേക്ക് പറന്നുപോയി. 90-ലധികം മുറിവുകൾ ഉണ്ടായിട്ടും തൻ്റെ കൈ രണ്ടും അറ്റുപോയിട്ടും തൻ്റെ സ്വപ്നങ്ങളെ നാളേക്ക് മാറ്റി വെച്ചുകൊണ്ട് വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച ആ ധീര യോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക? ആർക്കാണ് ജയിക്കാനാവുക? മൂത്തത്തിൻ്റെ രണാങ്കളത്തിൽ തൻ്റെ ചെഞ്ചോരയെ വിതറിപ്പിച്ച
ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടുക്കയിൽ നമ്മളേവരെയും നാഥ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഹദായ തമ്പുരാൻ അൽഹംദു നായകൻ, അവരിൽ സ്തുതിയോദാം ഞങ്ങളെ. ആരിൽ മുഹബത്തും ആദിയൊളിമുത്തും ആശിക്കമുത്ത് റസൂലരെ. അഹദായ തമ്പുരാൻ അൽഹംദു നായകൻ, അവരിൽ സ്തുതിയോദാം ഞങ്ങളെ. ആരിൽ മുഹബത്തും ആദിയൊളിമുത്തും ആശിക്കമുത്ത് റസൂലരെ. ആശിക്കമുത്ത് റസൂലരെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റഹ്മത്തുൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാധനീയരായ ഈ മഹത്തായ സർഗലവേദിയിൽ സംഗമിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സദസ്യരെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ, ഏതൊരു ഭരണാധികാരിയും ആഗ്രഹിച്ചു പോകുന്ന ഭരണകർത്താവ്, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിൻ്റെ ശ്വാദ്ദല തീരത്തേക്ക് കടന്നു വന്ന ആ ചരിത്ര ബഹുലമായ സംഭവം ഞങ്ങളിവിടെ ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കഥയുടെ പേര് തിരുത്തിക്കുറിച്ച ജാതകം. കഥകൾ ചൊല്ലാൻ കഴിവില്ലല്ലോ നാദാ, കഴിവുള്ളോനേ തുണച്ചിടണേ. കഥയിൽ ചൊല്ലും പിഴവ് കൊല്ലും നാദാ, കനിവുള്ളോനേ തുണച്ചിടണേ. കഥയിൽ ചൊല്ലും പിഴവ് കൊല്ലും നാദാ, പൊറുത്തിടണേ കനിഞ്ഞിടണേ. സുപ്രസിദ്ധമായ ഹിജ്റയുടെ മുമ്പ് ശത്രുക്കൾ ഒന്നടങ്കം വിശുദ്ധ ഇസ്ലാമിനും സ്വഹാബത്തിനും പ്രത്യേകിച്ച് പുണ്യപ്രവാചകനുമെതിരെ തിരിയുന്ന സമയം, ഇസ്ലാമിനെ നശിപ്പിക്കാൻ അതിശക്തമായ ചർച്ചകളും യോഗങ്ങളും മറുപക്ഷത്ത് സജീവമാകുന്നു. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം, ആ രാജ്യത്തെ പ്രമുഖന്മാരെല്ലാം വിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, പ്രത്യേകിച്ച് പ്രവാചകനെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. യോഗങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്നിനും കുറിക്കുകൊള്ളാത്തതുപോലെ അവിടെ ആകെ ആ മക്ക തെരുവീതികൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തിര യോഗമെന്ന് വിളിച്ച് കൂട്ടി, ആഹദിന്റെ കൽപ്പനക്ക് വിരുദ്ധം കാട്ടി, അതിവേഗം ചർച്ചകൾക്കുള്ളൊരുക്കം കൂട്ടി, അതിനുള്ള തന്ത്രമെല്ലാം ജഹലൊരുക്കി. ഒത്തൊരുമിച്ചവർ വട്ടമിരുന്ന് ഏറിയ ചർച്ചകൾ കൊല്ലുമമർന്ന്, ഒടുവിൽ ജബലുകൾ മഴമുരയുന്നു ഉരയുന്നു, നാമൈക്കൊല്ലും ഫസാദായല്ലോ. ഉണരണം, വേണ്ടതൊക്കെ ചെയ്തിടാമല്ലോ. രഹസ്യയോഗങ്ങൾ നെദ്വത്ത് ഹാളിൽ അരങ്ങേറുകയാണ്. നാട്ടിലെ പ്രമുഖന്മാർ ഉദ്ബത്തും ഷൈബത്തും വലീദും, അങ്ങനെ ശത്രുപക്ഷത്തെ പ്രമുഖന്മാരെല്ലാം മുൻനിരയിലിരിക്കുകയാണ്. നോക്കൂ, ആ കൂട്ടത്തിൽ അതാ ഉമർ ബിൻ ഖത്താബും. ചർച്ചകൾ ഒന്നിനു പുറമെ ഒന്നൊന്നായി
യോഗത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കടന്നു വരുന്നു. എന്നാൽ അബൂജഹലിന് ഇതൊന്നും പിടിക്കുന്നില്ല. അബൂജഹലിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്: മുഹമ്മദിനെ ആര് വധിക്കും, മുഹമ്മദിനെ ഇല്ലാതാക്കണം, അതിനെന്താണ് വഴി? ഒരുപാട് അഭിപ്രായങ്ങൾ പ്രമുഖന്മാരെല്ലാം മുൻനിരയിൽ നിന്ന് തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും ചെവി കൊള്ളാത്ത അബൂജഹൽ അവിടെ വെച്ച് ഒരു പ്രസംഗം നടത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നാം ഈ നിലക്ക് പോകുകയാണെങ്കിൽ മുഹമ്മദും കൂട്ടരും നമ്മെ ഇല്ലാതാക്കും. നമ്മുടെ സർവ്വ ആധിപത്യവും നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് നാം ഒരു പോംവഴി കാണണം. ഇങ്ങനെ തുടങ്ങി ഒരു നീണ്ട പ്രഭാഷണം അബൂജഹൽ അവിടെ നടത്തുകയാണ്. മുഹമ്മദിനെ വധിക്കാൻ ആരാണ് തയ്യാറുള്ളത്? ആരുണ്ടീവിടെ ചൂണയുള്ളോൻ, ആരുണ്ടോരൊറ്റ മുഹമ്മദിൻ തലയൊന്ന് കൊയ്യുവാൻ? ധീരനുബുജാഹിൽ വീരോടെ ചോദിച്ചു. ധീരനുമാറപ്പോൾ പുലി പോലെ ഗർജിച്ചു. ഞാനുണ്ട് ഞാനുണ്ട് കുലദ്രോഹിയെ കൊല്ലാൻ. ഉറയിൽ കിടക്കുന്ന ഉറവാളാണ് സത്യം. കോപം ജലിച്ചവർ വാളും വലിച്ചൂരി അരിശത്താൽ നബിയെ വധിക്കാൻ പുറപ്പെട്ടു. ഓ അബുൽ ഹക്കം, താങ്കൾ എന്തിന് ഭയപ്പെടണം? താങ്കൾ എന്തിനാണ് ഇത്ര പരിഭവിക്കുന്നത്? എൻ്റെ ഈ ഉറയിലിട്ട വാള് ഞാൻ മുഹമ്മദിനെ വധിച്ചിട്ടല്ലാതെ, മുഹമ്മദിന്റെ തല എൻ്റെ ഈ വാളിൽ എടുത്തിട്ടല്ലാതെ ഞാൻ എൻ്റെ ഈ ഉറയിലേക്ക് തിരിച്ചു വെക്കുന്നില്ല. പിന്നെന്തിനാണ് താങ്കൾ ഇത്ര ഭയപ്പെടുന്നത്? തീർച്ചയായും ഞാൻ മുഹമ്മദിനെ വധിച്ചിരിക്കും. എന്തൊരാശ്വാസം, എന്തൊരു സന്തോഷം! അബൂജഹൽ അട്ടഹസിക്കുകയാണ്. അവിടെ കൂടിയവരും ഒന്നടങ്കം ആഹ്ലാദം കൊണ്ട് അട്ടഹസിക്കുന്നു. കാരണം എന്താണ്? ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഉമറാണല്ലോ. ധീരശാലിയായ ശൂരപരാക്രമിയായ എന്തിനും തയ്യാറുള്ള ഉമർ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇത് നടക്കും, തീർച്ചയാണ്. എല്ലാവരും ആവേശം പകർന്നു നൽകി. അതിശ്രീകമുമറിന്റെ വാളോമെടുത്ത് അതിവേഗം കയറിയ കുതിര പുറത്ത്. അഹദോന്റെ ദൂതർ ഹബീബേ വധിക്കാൻ അതിവേഗം നീങ്ങുന്നു ശക്തി തകർക്കാൻ. സ്വപ്നങ്ങളെമ്പാടും പൂവണിയേണം, സുഖവും പ്രതാപം ലഭിച്ചിട വേണം. നാട്ടിൽ പ്രസിദ്ധിയും പ്രാമുഖ്യം വേണം, ശുജഅത്തും ധീരത നിലനിർത്തിടേണം. അതെ, നാട്ടിൽ പേരും പ്രശസ്തിയും ഉള്ള ആ ഉമർ, ശക്തനായ ഉമർ തൻ്റെ കുതിരയിൽ കയറുകയാണ്. ഇതാ ആ കുതിരയിൽ കയറി അതിശീഘ്രം ഉമർ കുതിക്കുന്നു. വാതിലടിച്ച് പൊളിച്ച് തകർത്തുടനുള്ളിൽ കേറി, കോപം നെഞ്ച് പുളച്ച് തകച്ച് പുകച്ചു തലയിൽ കേറി. പറയണം ഫാത്തിമ പുതിയൊരു വേദപ്പൊരുൾ അത് കേട്ട്, ശരിയാണെങ്കിൽ നിന്നുടെ തലയാണുടലിൽ നിന്നത് തീർത്ത്. ഉമറിന്റെ ഈ വരവ് കണ്ട് വഴിയിൽ നിന്ന ഒരു വയോവൃദ്ധൻ, അയാൾ പേടിച്ച് വിരണ്ടുപോയി. ആരാണാ വരുന്നത്? ഉമറാണല്ലോ വരുന്നത്. എന്തോ കരുതിക്കൂട്ടി തയ്യാറെടുത്ത് വരികയാണ് ഉമർ. ഉമറിനെ ഒന്ന് നിർത്തി ചോദിക്കണമെന്ന് അയാളുണ്ട്. പക്ഷേ പേടി കാരണം അയാൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു നിലക്ക് അദ്ദേഹം ഉമറിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ ഉമർ കോപം കൊണ്ട് വിറക്കുകയാണ്. ഉമർ അതാ തൻ്റെ സഹോദരി ഫാത്തിമയുടെ വീടരികിൽ എത്തുകയാണ്. വാതിക്കൽ കൊട്ടുന്നു. എടീ ഫാത്തിമ, തുറക്കൂ വാതിൽ. ഫാത്തിമ, നിന്നോടല്ലേ പറഞ്ഞത് വാതിൽ തുറക്കാൻ? എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആരാണത്? വാതിലടിച്ച് പൊളിച്ച് തകർത്തുടനുള്ളിൽ കേറി, കോപം നെഞ്ച് തുളച്ച് പതച്ച് കുതിച്ചതും തലയിൽ കേറി. പറയണം ഫാത്തിമ പുതിയൊരു വേദപ്പൊരുളത് കേട്ട്, ശരിയാണെങ്കിൽ നിന്നുടെ ഉടലിൽ ഞാനത് നിന്നത് തീർത്ത്. ഉമർ ഗർജിക്കുകയാണ്. എടീ ഫാത്തിമ,
നമ്മുടെ കുടുംബത്തിന് അപമാനം പേറിക്കൊണ്ട് എന്തിനാണ് നീ മുഹമ്മദിന്റെ ഒരു പുതിയ മതത്തിൽ ചേർന്നത്? നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമുണ്ട്, അത് കടഞ്ഞു കൊളിച്ചുകൊണ്ട് എന്തിനാണ് നീ ആ മുഹമ്മദിന്റെ പുതിയ മതത്തിൽ ചേർന്നത്? വിശുദ്ധ ഇസ്ലാമിന്റെ ഈമാനിന്റെ ശക്തി എന്ന് വേണം പറയാൻ. ഫാത്തിമ പ്രതികരിച്ചു, ഞാൻ മാത്രമല്ല എൻ്റെ പ്രിയതമനും. ഇത് കേൾക്കേണ്ട താമസം ഉമർ ഒരേറ്റ അടി സഹദ് താഴെ വീഴുകയാണ്. അങ്ങനെ താഴെ വീണ സഹദിന്റെ നെഞ്ചിൽ കയറി വീണ്ടും ഉമർ ആക്രമിക്കുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല ഫാത്തിമക്ക്. അരുതരുതൻ പ്രിയതമയെ നീ തല്ലുന്നത് കണ്ട് സഹിക്കില്ല, നിന്നോട് ഉശിരും ശുജാഅത്തും ധീരത ഭംഗീശം ഇവിടെ നടപ്പില്ല. അഹദോന്റെ ദൂതർ ഹബീബാണെന്നുള്ള കാര്യം മറക്കല്ലോ മറേ, ഇന്നിതാ അടിവരയിട്ടിതാ പറയുന്നു ഉമർ അറിയണമക്കാര്യം. ഉമറെ, നീയൊന്ന് മനസ്സിലാക്കണം, ഞാനും എൻ്റെ പ്രിയതമൻ്റെയും ശരീരം ഇഞ്ചിഞ്ചായി ഛേദിക്കപ്പെട്ടാലും എന്നെയും എൻ്റെ പ്രിയതമനെയും ഞങ്ങളുടെ ആത്മാവിനെ സംശീകരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്വാതല തീരത്തേക്ക് എത്തിച്ചത് മുഹമ്മദാണ്. ആ വിശുദ്ധ ദീനാണ് ഞങ്ങൾക്ക് ആത്മാഭിമാനം തന്നത്, ഞങ്ങൾക്ക് ഈമാൻ തന്നത്. വിശുദ്ധനായ പരിശുദ്ധനായ അള്ളാഹുവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ആ മുഹമ്മദാണ്. അതുകൊണ്ട് ആ മുഹമ്മദിൻ്റെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയാൻ തയ്യാറല്ല ഉമറേ. ഇത് കേട്ടപ്പോൾ മുഹമ്മദിന് ചാഞ്ചല്യമുണ്ടാവുകയാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഒരു സ്വാതല തീരത്തേക്ക് കടന്നു വരാനുള്ള ആ ഒരു ചാഞ്ചല്യം ആ ഉമറിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ആ വിശുദ്ധ ഖുർആനിന്റെ ആരവങ്ങൾ ഉമറിന്റെ കാതുകളിൽ അലയടിക്കുകയാണ്. ഉമർ ആവശ്യപ്പെടുകയാണ്, ഫാത്തിമ അതിങ്ങ് തരണം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടല്ലാതെ, അവിടെ ചെന്ന് വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടല്ലാതെ, അംഗശുദ്ധി വരുത്തിയിട്ടല്ലാതെ താങ്കൾക്കിത് തരാൻ സാധ്യമല്ല ഉമറേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്വാതല തീരത്തേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിൻ്റെ സൈന്യത്തിന് ശക്തി പകർന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹൃദയരെ, സ്നേഹഭാജനങ്ങളെ, ഐതിഹാസികമായ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഒരു ഏട് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഥ ഖുറാസാനിലെ ദുഃഖപുത്രൻ. സർവാധിനാഥനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ കഥയിലേക്ക് കടക്കുകയാണ്. തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണം ചൊരിയും നാഥനെ വാഴ്ത്തിടുന്നു. കഥയോതിടാം ഞങ്ങൾ കനിവേകിടുനാഥ, കഥയോതിടാം ഞങ്ങൾ കനിവേകിടുനാഥ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഗ്ദാദിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഔദാര്യത്തിൻ്റെ പ്രതിരൂപമായി വളരെ ധനാഢ്യനായ അബ്ദുള്ളയും 2 മക്കളും ഭാര്യയും അടങ്ങുന്നൊരു കൊച്ചു കുടുംബം. തൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്ക് നാഥൻ കനിഞ്ഞൊരുകിയ മുതലിൽ നിന്നും അബ്ദുള്ള ചിലവഴിച്ചു കൊണ്ടിരുന്നു. താനിങ്ങനെ ചിലവഴിച്ചാൽ മുതൽ തീർന്നു പോകുമെന്ന് പറഞ്ഞ അബ്ദുള്ള ഇത് മുതൽ അള്ളാഹു നൽകുന്നതാണ്, അത് അവൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ധനം ചിലവഴിച്ചു കൊണ്ടിരുന്നു. ആ മനുഷ്യൻ, ആ നാട്ടുകാർ പേര് വെച്ചു അബ്ദുല്ലാഹിബ്നു മുഖൗഖിസ്. കാലം അങ്ങനെ കഴിയവേ
അബ്ദുല്ലാഹിയുടെ മുതൽ മുഴുവൻ തീർന്നുപോയി. ശേഷിക്കുന്ന അവസാന 2 ഒട്ടകത്തിനെയും വിറ്റ കാശുമായി അബ്ദുല്ലാഹിബ്നു മുഖൗഖിസ് നാട് വിടാൻ ഒരുങ്ങുമ്പോഴാണ് ഭാര്യ വന്ന് പറയുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളൊരു രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒപ്പം മക്കളായ മഹ്മൂദും ഫസലും വന്ന് പറഞ്ഞു, ബാപ്പാ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്കൊരു നല്ല കാര്യം വരാനുണ്ടെന്ന് പറഞ്ഞ് പറക്കമുറ്റാത്ത മക്കളെയും കൊണ്ട് നടന്ന് കടൽ തീരത്തെത്തുകയാണ്. ദൂരെ നങ്കൂരം വിട്ടിരിക്കുന്നൊരു കപ്പൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കപ്പലിൽ അവരെങ്ങനെ യാത്ര തുടരുമ്പോഴാണ് ഉടനെ ഒരു കാറ്റും മഴയും വന്ന് ഉടയോൻ വിധിയാലെ അവർ തകർന്ന് ഉള്ളിൽ ഒരുപാട് വ്യതയും താങ്ങി ഉയരും തിരയതിൽ അവരും പൊങ്ങി. കപ്പൽ പലകയിൽ അവരും ചേർന്ന് കരയിൽ ഒരു വീതം അടിഞ്ഞു വന്ന് കേളി പെരുത്തോരു രാജ്യത്തന്ന് കേൾക്കൂ ഇതാണെന്റെ അവസ്ഥ രാജാ. അതെ, അപ്രതീക്ഷിതമായൊരു കാറ്റിലും മഴയിലും പെട്ട് അബ്ദുല്ലാഹിബ്നു മുഖൗഖിസും കുടുംബവും സഞ്ചരിച്ച കപ്പൽ ആടിയുലയാൻ തുടങ്ങി. കപ്പൽ പരിപൂർണമായി തകർന്ന കപ്പലിന്റെ മരപ്പലകയിലൊന്നിൽ അബ്ദുല്ലാഹിബ്നു മുഖൗഖിസ് മുറുകെ പിടിച്ചു. തൻ്റെ പ്രിയതമയെയും മക്കളെയും കണ്ടെത്താനാവാതെ ആ മനുഷ്യനെല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചു നെടുവീർപ്പെട്ടു. പിറ്റേ ദിവസം ഖുറാസാൻ എന്ന മറ്റൊരു രാജ്യത്തിൻ്റെ രാജാങ്കണത്തിൽ അബ്ദുല്ലാഹിബ്നു മുഖൗഖിസ് എത്തിപ്പെടുകയാണ്. സുഗലോലുപതിയുടെ പറുദീസയിൽ ആരാധിച്ചിരുന്ന ആ രാജകൊട്ടാരത്തെ തൻ്റെ ഈമാനിക ബോധം കൊണ്ട് അബ്ദുല്ലാഹിബ്നു മുഖൗഖിസ് കീഴടക്കി കഴിഞ്ഞു. അബ്ദുല്ലാഹിബ്നു മുഖൗഖിസിന് ഒരു റൂം ഒരുക്കി കൊടുത്തുകൊണ്ട് രാജാവ് പറഞ്ഞു, നിനക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, എനിക്കൊരു കോടാലി മതി, ആ കോടാലി കൊണ്ട് ഞാൻ വിറക് വെട്ടി ജീവിക്കാമെന്ന് പറഞ്ഞ് പകൽ വിറകിന് ശേഖരിക്കും, രാത്രി രാജകൊട്ടാരത്തിൽ അങ്ങനെ വിശ്രമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ നല്ല നാട് ഭരിക്കും രാജന്റെ രാജ്യമതൊന്നിൽ ഞെട്ടിപ്പിച്ച് കഥ നടന്നിടുന്നേ, അത്ഭുതം നടന്നിടുന്നേ, രാജൻ വകവാലെ വിറപൂണ്ട് നടന്നിടുന്നേ. സുന്ദരി നാരിയെ കാടിനുള്ളിൽ ആരോ ഭോഗിച്ചിടുന്നേ, ആരായാലും വേഗം കൊണ്ടുവരണം അവനെ സവിധത്തിൽ. അതിവേഗത്താൽ ദിക്കുകളൊക്കെ ആളുകളോടി നടക്കുന്നേ, അധികം ഹൃദയത്താലെ രാജൻ കൽപ്പിച്ചിടുന്നേ. പതിവ് പോലെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ മുഖൗഖിസ് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ട ഭാഗത്തെ കോടിച്ചെന്നു. മുഖം മുഴുവനും മറക്കപ്പെട്ട ഒരു സ്ത്രീയെ മാനകമ്പപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ മുഖൗഖിസിനെ കാണേണ്ട താമസം ഓടിയൊളിച്ചു. തന്റെ മുഖപടം മാറ്റിയ സ്ത്രീ കാണുന്നത് അബ്ദുല്ലാഹിബ്നു മുഖൗഖിസിനെ. അബ്ദുല്ലാഹു ആളുകൾ ഓടിക്കൂടി അബ്ദുല്ലാഹിബ്നു മുഖൗഖിസിനെ പിടികൂടി രാജകൊട്ടാരത്തിലെത്തിച്ചു. രാജാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഹിക്കവയ്യാതെ, പക്ഷേ സാഹചര്യ തെളിവുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരായിരുന്നു. അബ്ദുല്ലാഹിബ്നു മുഖൗഖിസിനെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെടുകയാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹിബ്നു മുഖൗഖിസിനെ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ദിവസത്തിൽ അബ്ദുല്ലാഹിബ്നു മുഖൗഖിസ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പാതിരാവിന്റെ പാതിവേളയിൽ, റബ്ബേ, ഞാൻ തെറ്റുകാരനെന്ന് നിനക്കറിയാം, എന്റെ നിരപരാധിത്വം നീ തെളിയിക്കണേ എന്ന് രാജാതിരാജനോട് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് നടപ്പിലാക്കുന്ന ദിവസം ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, മഹാരാജൻ, അയാൾ നിരപരാധിയാണ്. അങ്ങയുടെ മന്ത്രിയും പരിവാരങ്ങളും താങ്കൾ പ്രീതിപ്പെട്ട് പിടിച്ചുപറ്റിയ മനുഷ്യനെ കൊടുക്കാൻ ചെയ്ത പണിയാണിതെന്ന് അറിയേണ്ട താമസം അവരെ നാട് കടത്തുകയാണ് മഹാരാജൻ. തന്റെ സിംഹാസനത്തിന് അർഹനായ അബ്ദുല്ലാഹിബ്നു മുഖൗഖിസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ രാജാവ് മരണമടഞ്ഞു. രാജഭരണം മുഖൗഖിസിന്റെ കീഴിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജാതിരാജന്റെ അമ്രദീനാൽ രാജാവിൻ സവിധത്തിൽ മഹാരാജൻ അങ്ങന്റെ കാര്യം കേട്ടു. മഹദിയാവരങ്ങ് തീരത്തുണ്ട്, കരകാണ കടലിന്റെ ചാരെ ചെന്ന് കരുതേണം അവരന്ന് ഒറ്റക്കാണേ. ആശ്ചര്യം അവർ 2 പേരും വന്ന് ആഹ്ലാദ തിരതല്ലി കരയുന്നേ.
കാലം അതിന്റെ അച്ചുതണ്ടിൽ വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. രാജാവായ അബ്ദുള്ളയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, മഹാരാജൻ, എനിക്കൊരു കൂരയില്ല, അങ്ങനെ സഹായിക്കണം. എന്റെ ഭാര്യയെ കടൽ പുറത്ത് നിർത്തിയാണ് ഞാൻ ഇവിടെ വന്നത്. ആ മനുഷ്യന്റെ കഥ കേട്ട മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു റൂം ഒരുക്കിക്കൊണ്ടു. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ താമസിക്കണം, പകരം ഭാര്യയ്ക്ക് കാവലായി 2 ആളുകളെ ഞാൻ നിയമിക്കാമെന്ന് പറഞ്ഞ് 2 ആളുകളെ കടൽപ്പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ്. കടൽക്കരയിലെത്തിയ അവർ 2 പേരും സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഈ സ്ത്രീയുടെ സുരക്ഷിതത്വം നമ്മുടെ കരങ്ങളിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവ്വകാലത്തിന്റെ കഥകൾ പറയാമെന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ പൂർവ്വകാലത്തിന്റെ കഥയുടെ കെട്ടഴിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കപ്പൽ തകർന്ന് ശിഥിലമായി പോയ 2 സഹോദരങ്ങളായ മഹമൂദും ഫസലുമാണ് തങ്ങൾ അറിയേണ്ട താമസം. ആഹ്ലാദത്തിന്റെ തിരതല്ലുന്ന ഹൃദയവുമായ മണൽപ്പരപ്പിൽ അവരെങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത സ്ത്രീ കരയുന്നതായി അവർ കാണുന്നത്. തിരിച്ചെത്തിയ ഭർത്താവ് അവരോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ്, കൽബകം നീരിടുന്നേ, മനസകമാകെ നൊന്തിടുന്നേ, കടരമേറുന്നേ, കണ്ണീർ ചാരിട്ടൊഴുകുന്നേ, ഉള്ളകം നീരിടും സംഭവമല്ല, എന്തൊരു വിധിയായ റബ്ബേ, ജീവിതം മാറി മറിയാ ചെയ്തത് യാ റഹ്മാൻ. രാജകൊട്ടാരത്തിൽ ഇവർ നിങ്ങൾ എന്തു ചെയ്തു എന്ന് മഹാരാജാവ് ചോദിക്കുമ്പോൾ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഞങ്ങളുടെ പൂർവ്വകാലത്തിന്റെ കഥകൾ പറയാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേർപെട്ടു പോയ സഹോദരങ്ങളായ മഹ്മൂദും ഫസലുമാണ് ഈ നിൽക്കുന്നത്. ഞങ്ങളുടെ ഉമ്മയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മ എന്നറിയേണ്ട താമസം. ഇത്തപ്പന യോലകൾ നർത്തന പാടി, അലമാലകൾ ആർത്തുല്ലസിച്ചു. മന്നാന്റെ മാനത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് മാലാഖമാർ എത്തി നോക്കുന്ന ആ പുലരിയിൽ ആ കുടുംബം വീണ്ടും സമാഗമിക്കുന്നു. ഞങ്ങളുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. കൽബുള്ളവരെ കരയിപ്പിച്ച, വേദനയിൽ നിന്ന് ചാലിച്ചെടുത്ത ഒരു കഥ. അതെ, കണ്ണീരിൽ കുതിർന്ന കസവ് തട്ടം. പ്രമുഖനായ ഒരു സഹാബി വര്യന്റെ കരളിനെ വേദനിപ്പിച്ച ഒരു കഥ. പ്രിയരെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്, ശ്രദ്ധിച്ചാലും. കഥനങ്ങൾ മായാത്ത, കണ്ണുനീർ വറ്റാത്ത കഥയൊന്നു വിവരിക്കട്ടെ നാഥ, കഥയൊന്നു വിവരിക്കട്ടെ. ഇസ്ലാമിൻ മുമ്പുള്ള ജാഹിലിയ കാലത്തെ ചരിതം പറഞ്ഞിടുവാൻ ഞങ്ങളിൽ തൗഫീഖ് ഏകിടല്ലാഹ്. ചെറുകുന്നുകളും മണൽ കൂനകളും അതിലൂടെ മേഞ്ഞു നടക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളും മദീനയിലെ മനോഹരികൾക്ക് മാറ്റുകൂട്ടപ്പെടുന്നു. ചെയ്യുന്നതെല്ലാം ചന്തമായി തോന്നുന്ന അറബികളും അനറബികളും തനിക്ക് പിറന്ന കുഞ്ഞു പെണ്ണായതിൻ്റെ പേരിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് ലോകത്തിൻ്റെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ഒരിക്കൽ അള്ളാന്റെ ഹബീബ് മദീന പള്ളിയിൽ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ അങ്ങോട്ട് നോക്കൂ, ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആരാണത്? അഴകിൽ മീകവുള്ള ദിഹിയത്തുൽ ഖൽബിയ, ഒരു നാളിൽ സ്വഹാബി റസൂലിൻ ചാരേ ഉരയുന്നു നബിയോരെ, ഈ പാപിക്ക് അഫുവുണ്ടോ, വൻകുറ്റം ഞാനന്ന് ചെയ്തു പോയി. അതെ, ദിഹിയത്തുൽ ഖൽബാണ് വന്നത്. അദ്ദേഹം ആദരപൂർവ്വം സലാം ചൊല്ലി സദസ്സിലേക്ക് പ്രവേശിച്ചു. മുൻകാല ചരിത്രങ്ങൾ സഹാബാക്കൾ വിവരിക്കുമ്പോ ഈ സ്വഹാബി തേങ്ങി തേങ്ങി കരയുകയാ. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാണ് ദിഹിയ അങ്ങ് കരയുന്നത്? എന്താണ് ദിഹിയ അങ്ങ് ചെയ്ത തെറ്റ്? റസൂലേ, ഞാൻ ചെയ്ത തെറ്റ് അങ്ങ് കേട്ടാൽ അങ്ങനെ വെറുക്കുമോ റസൂലേ? അങ്ങനെ ശകാരിക്കുമോ ഹബീബേ? ഇല്ല ദിഹിയ, പറയൂ,
നിശ്ചയം അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും അടിമകളോട് കൃപയുള്ളവനുമാണ്. ഇത് കേട്ടപ്പോ ആ സ്വഹാബി തന്റെ മനസ്സിൽ അലയടിക്കുന്ന ആ കാര്യം പറയാൻ തുടങ്ങി. എന്തായിരുന്നു ആ കഥ? അതെ ഹബീബേ, ഞാൻ എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് എൻ്റെ 5 പൊന്നോമനകളെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട റസൂലേ, ഞാൻ ഈ നീചകൃത്യം ചെയ്തു പോയല്ലോ ഹബീബേ. ആദ്യത്തെ 4 എണ്ണം കുഴിച്ചു മൂടിയതിൽ എനിക്കത്ര സങ്കടം വന്നില്ല. പക്ഷേ എൻ്റെ 5ാമത്തെ പൊന്നുമോളെ കുഴിച്ചു മൂടിയ രംഗം ഓർക്കുമ്പോ ഈ ദിഹിയക്ക് സങ്കടം താങ്ങി നിർത്താനാവുന്നില്ല. ദിഹിയ ചരിത്രങ്ങൾ പറയാൻ തുടങ്ങി. അതെ, ഞാനും ജമീലയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ഓരോ വർഷവും എൻ്റെ ഭാര്യ ജമീല ഓരോ പെൺകുഞ്ഞിന് ജീവൻ നൽകി. ഒരു മടിയും കൂടാതെ ഞാൻ അതിനെല്ലാം ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഭാര്യ ജമീല സന്തോഷത്തോടെ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താണത്? മാരാ പുതുമാരാ, ഞാൻ വീണ്ടും ഗർഭിണിയായി. നേരിൽ നമ്മൾ ഇന്ന് സൗഭാഗ്യത്താലേ മാരാ പുതുമാരാ, വളർത്തും ഞാൻ ഈ കുഞ്ഞ് എന്നെന്നും. ആണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ല. ഭർത്താവേ, ഞാനിന്ന് ഗർഭിണിയാ. എൻ്റെ വയറ്റിൽ നമ്മുടെ 5ാമത്തെ കുഞ്ഞാ. ഈ കുഞ്ഞ് ആണായാലും പെണ്ണായാലും നമുക്ക് വളർത്തണം. പെണ്ണാണെങ്കിൽ ആരും അറിയാതെ വളരെ രഹസ്യമായി നമുക്ക് വളർത്താം. ഇത് കേട്ടപാടെ ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് ആണാണെങ്കിൽ നമുക്ക് വളർത്താം, അതല്ല പെണ്ണാണെന്ന് പറഞ്ഞു പോയേക്കും. അവൾ എൻ്റെ വായ പൊത്തിപ്പോയല്ലോ റസൂലേ. അങ്ങനെ എൻ്റെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞിന് 6 മാസം പ്രായമായപ്പോൾ എനിക്ക് ഷാമിലേക്ക് കച്ചവടത്തിന് പോകേണ്ട ദിവസങ്ങളും നാളുകളും അടുത്തു വന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ജമീല, നാളെ ഞാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുക. മാസങ്ങൾ കയ്യും തിരിക്കാൻ ഇനിയുള്ള കാലം നീ നല്ലവണ്ണം സൂക്ഷിക്കണം. അങ്ങനെ യാത്രക്ക് തീയത്ത് ഒരുങ്ങിടുന്നേ, ഷാമെന്ന നാട്ടിലേക്ക് കുതിച്ചിടുന്നേ. മാസങ്ങൾ കഴിയുമ്പോൾ തിരിക്കും പൊന്നേ, മണവാട്ടി ജമീലാക്കും സന്തോഷം വന്നേ. യാത്രക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എൻ്റെ ഭാര്യ ജമീൽ എനിക്ക് ഒരുക്കി തന്നു. അവൾ എന്നെ സന്തോഷത്തോടെ യാത്രയാക്കി. അവളുടെ മനസ്സിൽ ഓരോ കണക്ക് കൂട്ടലുകളും നടത്തി. തൻ്റെ 5ാമത്തെ പെണ്ണ് ആണായാലും പെണ്ണായാലും നമുക്ക് വളർത്തണം എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം, മാസങ്ങൾ വീണ്ടും മുന്നോട്ട് കുതിക്കുക. അങ്ങനെ ഒരു ദിവസം, ഒരു ദിനമിൽ മഹദിയിൽ വന്ന് വേദനയേറെ സഹിച്ചവരന്ന്, നൂറ്റമാം പിറന്നത് വീണത് പെൺതരിയായി. പെൺതരിയായി. അങ്ങനെ എൻ്റെ ഭാര്യ ജമീല ഒരു പെൺകുഞ്ഞിന് ജീവൻ നൽകി. അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് മുത്തങ്ങൾ നൽകി, ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു. അങ്ങനെ ആ കുഞ്ഞിനെ അവൾ സൊഫിയ എന്ന് പേര് വിളിച്ചു. ഇടറുന്ന ഹൃദയത്താൽ അവൾ ആ കുഞ്ഞിനെ പുതുവസ്ത്രങ്ങൾ അണിയിച്ച് അയൽവാസി ഫാത്തിമയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, ഇതെൻ്റെ മോളാ, ഞാൻ പ്രസവിച്ച മോളാ. എൻ്റെ ഭർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ ഷാമിൽ നിന്നും തിരിച്ചെത്തും ഫാത്തിമ. ഈ കുഞ്ഞിനെ കൊന്നുകളയും, അതുകൊണ്ട് നീ വളർത്തണം, ആരും അറിയാതെ വളരെ രഹസ്യമായി. അങ്ങനെ ഫാത്തിമ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും വീണ്ടും മുന്നോട്ട് കുതിച്ചു. എൻ്റെ ഭർത്താവ് ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ജമീല, ഞാൻ പോകുമ്പോൾ നിനക്ക് 6 മാസം ഗർഭമായിരുന്നല്ലോ, നമ്മുടെ കുഞ്ഞെവിടെ? ഇത് കേൾക്കേണ്ട താമസം എൻ്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, അതേ ഭർത്താവേ, ഞാനൊരു പെൺകുഞ്ഞിന് ജീവൻ നൽകി, ആ കുഞ്ഞ് മരിച്ചുപോയി ഭർത്താവേ. സാരമില്ല ജമീല, എല്ലാം റബ്ബിൻ്റെ വിധി എന്നോർത്ത് സമാധാനിക്കാം. അങ്ങനെ വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് കുതിക്കുക. അയൽ വീട്ടിലെ കുട്ടികളുടെ കളിയും ചിരിയും കാണുമ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സങ്കടം. അങ്ങനെ ഒരു സുന്ദരിയായ കുഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു നബിയെ. ഞാൻ ആ കുഞ്ഞിനെ അരികിലേക്ക് വിളിച്ചു. ഒരു മടിയും കൂടാതെ ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ ഒരുപാട് മധുര പലഹാരങ്ങൾ നൽകി. ഞാൻ എൻ്റെ ഭാര്യ ജമീലയോട് പറഞ്ഞു, ജമീല, നോക്ക്, എന്തൊരു സുന്ദരിയായ കുഞ്ഞ്, എന്തൊരു രസമാ അതിൻ്റെ കളി കാണാൻ, എന്തൊരു അയക അതിൻ്റെ ചിരി കാണാൻ. ഇതുപോലൊരു മോള് നമുക്കുണ്ടായിരുന്നെങ്കിൽ. ഇത് കേൾക്കേണ്ട താമസം എൻ്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, അതേ ഭർത്താവേ, ഇത് നമ്മുടെ മോളാ, ഞാൻ പ്രസവിച്ച മോള്. നിങ്ങൾ ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഈ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് കരുതി അയൽവാസി ഫാത്തിമയെ ഏൽപ്പിച്ചതാ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ, നിങ്ങൾ കൊല്ലുകയില്ലെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് തന്നെ വളർത്താം. അങ്ങനെ അവർ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാ. എൻ്റെ മകൾക്ക് വിവാഹപ്രായമെത്തി.
അനുയോജ്യമായൊരു വരനെ കൊണ്ട് ഞാൻ അവളുടെ വിവാഹം ഉറപ്പിച്ചു. അപ്പോഴാണ് നബിയെ ഞാൻ ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് സഹിക്കാനാവാത്ത വാർത്ത. ദിഹിയക്ക് വിവാഹപ്രായമെത്തിയ പെൺകുഞ്ഞോ, അവൻ്റെ മകളുടെ വിവാഹമാണത്ര അടുത്ത ദിവസം. ഈ മകളിലെ നടക്കാൻ പാടില്ല. ജനങ്ങൾ പലതും പറയാൻ തുടങ്ങി. കേട്ട് സഹിക്കാനാവാത്ത വാർത്ത. ഞാൻ സ്നേഹത്തോടെ ലാളനയോടെ വളർത്തിയ എൻ്റെ പൊന്നുമോളെ എനിക്ക് അറുപ്പും വെറുപ്പുമായി ഞാൻ അന്ന് തന്നെ എൻ്റെ മകളെ കൊല്ലാൻ തീരുമാനിച്ചു. ഹബീബേ, ഞാൻ ചന്തയിലേക്ക് കുതിച്ചു. കുറച്ച നേരമിൽ കുതിച്ചു ചാടി ദിഹിയത്തുൽ കൽബ് ചന്തയിൽ നിന്നവൻ വാങ്ങി നല്ല ഇത്തപ്പന തൈത്തോട്ടത്തിൽ നടുവാനായി കൊണ്ടുവന്ന് വീട്ടിലെത്തിടലായി അരികെ മകളെ വിളിച്ചിടലായി. ചന്തയിൽ നിന്നും ഈത്തപ്പന തൈകൾ വാങ്ങി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ എൻ്റെ മകളെയും കൂട്ടി പറമ്പിലേക്ക് പോയി. എൻ്റെ മകളാവട്ടെ ഞാൻ കൊയ്ക്കുന്ന കൊയ്യിൽ നിന്നും മണ്ണ് കോരാൻ ആവേശം കാണിച്ചു. എൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലും വീണുപോയ മണ്ണുകളെല്ലാം എൻ്റെ മകൾ എനിക്ക് തുടച്ചു തന്നു. കൊയ്യായമായപ്പോൾ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, മോളെ ആ തൈകൾ എടുത്തു കൊണ്ടുവാ. ആ തൈകളുമായി അവൾ കുയ്യുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഹബീബേ, ഞാൻ എൻ്റെ ഈ കാലുകൊണ്ട് ഞാൻ അവളെ കുയ്യിലേക്ക് തട്ടിത്തെറിപ്പിച്ചു. റസൂലേ, കുയ്യിലേക്ക് തെറിച്ച് വീണ എൻ്റെ പൊന്നു മോള് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഇതെന്ത് ചതിയാണുപ്പാ, കൊടും വഞ്ചന എന്നെല്ലാം എൻ്റെ മോൾ കുയ്യിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ചെവി കൊണ്ടില്ല. ഞാൻ വലിയൊരു പാറക്കല്ലെടുത്ത് അവിടെ തലയിലേക്കിട്ടു. രക്തം ചീറ്റി എൻ്റെ മോൾ കരയാൻ തുടങ്ങി. ഉപ്പാ ഉപ്പാ എന്നെല്ലാം എൻ്റെ മോൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവളെ ജീവനോടെ കുഴിച്ചു മുളപ്പെട്ടു. റസൂലേ, ഞാൻ ഈ ക്രൂരത ചെയ്തു പോയി. ഹബീബേ, അള്ളാഹു എന്നോട് പൊറുക്കുമോ? അള്ളാഹ് എന്നോട് പൊറുക്കുമോ? റസൂലേ, ദിഹിയത്തിൻ്റെ ഈ കഥ കേട്ടപ്പോ അള്ളാന്റെ ഹബീബ് തേങ്ങി തേങ്ങി കരയുകയാ. എന്ത് മറുപടി പറയണമെന്നറിയാതെ അള്ളാന്റെ റസൂല് തല താഴ്ത്തിയിരിക്കുമ്പോയതാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ സന്തോഷ വാർത്തയുമായി ഇറങ്ങി വരികയാ. ഹബീബേ, പറ, ദിഹിയത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു, ദിഹിയത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് പറ. അതാ അവിടെ സന്തോഷത്തിന്റെ തക്ബീർ ധ്വനികൾ മുഴങ്ങി തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു മനസ്സിനടിത്തട്ടിൽ മുസല്ല വിരിയിച്ച് മർത്യരിലാകെയും പ്രയാണം കുറിച്ച് മർത്യാനിൻ മുന്നിൽ ഞാൻ കണ്ണുനീർ സമർപ്പിച്ച് കസവിൻ്റെ തട്ടവും നിന്നെ ഞാൻ പുതപ്പിച്ച് കാലടി ഓരോന്നും കബർ കൊള്ളയെടുപ്പിക്കുന്നല്ലാ. കാണും സത്യം കണ്ടറിയാൻ പലർക്കും കണ്ണില്ല. കാലടി ഓരോന്നും കബർ കൊള്ളയെടുപ്പിക്കുന്നല്ലാ. പ്രിയരേ, എൻ്റെ കൊച്ചു കഥാപ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമസ്തയാം സരണിയിൽ നമ്മ നേർവഴിക്ക് നടത്തുന്ന സിറാത്തുൽ മുസ്തഖീമിൽ അല്ലലില്ലാതെ അലട്ടലില്ലാതെ നമ്മ പിടിച്ചു നിർത്തുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF കാലങ്ങളായി നടത്തിവരുന്ന സർഗലയത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ ഒരു അനുഗ്രഹീത സദസ്സിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കണ്ണീരിൽ കുതിർന്ന കർബല. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല, കഥയൊന്നു വിവരിക്കട്ടെ. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല, കഥയൊന്നു വിവരിക്കട്ടെ. ഇസ്ലാമിൽ ഇരുളിൻ്റെ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോതിടട്ടെ കർബല, ഇശലായി കോർത്തിടട്ടെ. സുന്ദരമായ കുഫ നഗരം, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവാണ് കൂഫയുടെ ഭരണകർത്താവ്. പ്രജകളോട് നല്ല സ്നേഹം, വിശിഷ്യ അഹ്ലു ബൈത്തിനോട് വല്ലാത്ത ആദരവ്. കാലചക്രം പിന്നെയും കറങ്ങിക്കൊണ്ടിരുന്നു.
മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രോഗബാധിതനാണ്. ഒരിക്കൽ തൻ്റെ മകൻ യസീദിനെ അടുത്തുകൊണ്ട് വിളിച്ചു പറയുന്നു, മോനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ഇനി അടുത്തത് കൂഫയുടെ ഭരണം കൈയാളേണ്ടത് നീയാണ്. നിന്നോട് വാപ്പാക്ക് തരാനുള്ള ഉപദേശം അഹ്ലുൽ ബൈത്തിനെ വല്ലാതെ ആദരിക്കണം. ഇതെല്ലാം യസീദ് മൂളിക്കോട്ടു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഭരണം യസീദിൻ്റെ കൈകളിലേക്കെത്തി. പക്ഷേ ഉപ്പയുടെ ഉപദേശങ്ങളെല്ലാം യസീദ് മറന്നിട്ടുണ്ടായിരുന്നു. ക്രൂരമായ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടി. അവരെല്ലാം യോഗം ചേർന്നു. നമുക്കൊന്ന് ഹുസൈൻ തങ്ങളെ വിളിച്ചാലോ? അവർ തീരുമാനമെടുത്തു. ഹുസൈൻ തങ്ങൾക്ക് അവർ കത്തുകൾ എഴുതി. പക്ഷേ അതൊന്നും തങ്ങളവർകൾ ഗൗനിച്ചതേയില്ല. വീണ്ടും വീണ്ടും അവർ കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. അവസാനമായി ഒരു കത്തുകൂടെ തങ്ങളവർകൾക്ക് അവർ എഴുതി. എന്താണത്? സ്നേഹമുള്ള സുൽത്താനായി ഒന്നു വരുവാനാശ വെച്ച്, സ്നേഹമുള്ള സുൽത്താനായി ഒന്നു വരുവാനാശ വെച്ച്, എത്ര വിളിച്ചിട്ടും ആ ജവാബ് തന്നില്ല. പൂവിന്ന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല, പൂവിന്ന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല. സ്നേഹമുള്ള സുൽത്താനായി ഒന്നു വരുവാനാശ വെച്ച്, എത്ര വിളിച്ചിട്ടും ആ ജവാബ് തന്നില്ല. പൂവിന്ന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല, പൂവിന്ന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല. മഹാനായ തങ്ങളെ, 1000-ൽ പരം കത്തുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞു. ഒന്നും നിങ്ങൾ ഗൗനിക്കുന്നതേയില്ല. സാരമില്ല, ഈ കത്തുകൂടെ നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി തന്നില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ക്രൂരനായ യസീദിന്റെ ഭരണത്തിന് നിങ്ങൾ കൂട്ടുനിന്നു എന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കും. ഇത് കേട്ട മാത്രയിൽ ഹുസൈൻ തങ്ങൾ കൂഫയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. തൻ്റെ കുടുംബത്തെയും കൂട്ടി കൂഫയിലേക്കുള്ള സുദീർഘമായ യാത്ര വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. സാരമില്ല, നമ്മൾക്ക് അവിടെ എത്തിയാൽ ഒന്ന് വിശ്രമിക്കാലോ. പക്ഷേ കൂഫയിലെ രംഗങ്ങളെല്ലാം തകിടം മറിഞ്ഞത് പാവം ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞതേയില്ല. ഏകദേശം കൂഫയുടെ അടുത്തേക്ക് എത്താറാകുമ്പോഴേക്കും ആരോ ഒരാൾ ഓടി വരുന്നുണ്ടല്ലോ. ആരാണത്? നെഞ്ചേകം വിങ്ങിയ നേരം നൊമ്പരമേറിയ തരം കൂഫത്തൻ മണ്ണിനാരവം കാട്ടാളന്മാരതായി ജനം വന്നൊരു ദൂതനെന്നുമേ കാര്യം പറഞ്ഞു ഹുസൈനാരേ അങ്ങു മടക്കമതാകണം ശത്രു പ്രകരത്തെയോർക്കണം നെഞ്ചകം വിങ്ങിയ നേരം നൊമ്പരമേറിയാത്തരം കൂഫത്തൻ മണ്ണിനാരവം കാട്ടാളന്മാരതായി ജനം. മഹാനായ തങ്ങളെ, നിങ്ങൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. നിങ്ങളെ കാത്ത് വലിയൊരു സൈന്യം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളുടെ ഗതിയെല്ലാം പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ഹുസൈൻ തങ്ങൾ യാത്ര അവസാനിപ്പിച്ചില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. കർബല എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ തങ്ങളുടെ കുതിര ഒരടി മുന്നോട്ട് വെക്കുന്നില്ല. ഹുസൈനാര് തങ്ങൾ ചാടിയിറങ്ങി. തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പൊതി, ഏതാണ് ആ പൊതി? ഒരിക്കൽ തൻ്റെ പിതാമഹൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, മകനെ, നീ ഒരിക്കൽ ഈ മണ്ണിൽ എത്തപ്പെടും, അവിടെയായിരിക്കും നിന്റെ അന്ത്യം. കലങ്ങി മറിഞ്ഞ ചിന്തയിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമൃത് സഹദും കൂട്ടരും പെട്ടെന്ന് ചാടിയിറങ്ങി. എടാ ഹുസൈനെ, വന്ന വഴിക്ക് തന്നെ നീ തിരിച്ചു പോകണം, അല്ലെങ്കിൽ യസീദിന്റെ കീഴിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. ഇതെല്ലാം കേട്ട ഹുസൈൻ തങ്ങൾ പറഞ്ഞു, ഇത് രണ്ടിനും വന്നതല്ല ഞാൻ.
എനിക്ക് കുറച്ച് ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടേ ഞാനിവിടെ നിന്ന് മടങ്ങൂ. ഇതിനിടയിലാണ് യസീദിൻ്റെ ഒരു കത്ത് അവർ കൈപ്പറ്റുന്നത്. മനുഷ്യ ഭീഷണിയും പെടുന്നയിൽ കടുത്ത വാക്കുകളും ഇടയ്ക്കിടെ കടുത്ത രോഷമതും റിസാലത്ത് പൊളിച്ച് നോക്കിടലായി. മനുഷ്യ ഭീഷണിയും പിടുന്നയിൽ കടുത്ത വാക്കുകളും ഇടയ്ക്കിടെ കടുത്ത രോഷമതും റിസാലത്ത് പൊളിച്ച് നോക്കിടലായി. എന്തെടോ ഉമർ ചൊന്ന് പോകിലും മുലച്ച് കണ്ടതിനെ അയച്ചത് ഉടനെ ഉടൽ മുറിച്ചെടുത്ത് ശിരസത് അറുത്തിടെ എടോ അമ്ര സഹദേ, ഹുസൈനുമായി കിന്നരിക്കാനല്ല ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, അവന്റെ തല എടുത്തു വരാനല്ലേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ വേണം. യൂഫ്രട്ടീസിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഹുസൈനും കുടുംബത്തിനും കൊടുക്കരുത്. പാവം ഹുസൈനാര് തങ്ങള് വിഷമിച്ചുകൊണ്ട് തൻ്റെ ഭാര്യ ഷഹർബാന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ബിവി, നിങ്ങളും കുട്ടികളും മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇത് കേട്ട ഷഹർബാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പീഡനമേറ്റാലും തല തന്നെ പോയാലും പൂവീനെ വെടിയുകില്ല, എൻ്റെ സുഖം തേടി പോകുകില്ല. പീഡനമേറ്റാലും തല തന്നെ പോയാലും പൂവിനെ വെടിയുകില്ല, എൻ്റെ സുഖം തേടി പോകുകില്ല. മുത്ത് റസൂലിൻ്റെ പെരക്കിടാവിനെ വിട്ടേച്ചു പോകുകില്ല, ഷഹറുബാൻ നന്ദി കേട് കാട്ടുകില്ല. ഞൊടിയിടയിൽ തന്നെ തങ്ങളവர்களுടെ കൊച്ചുമകൻ ഉൾപ്പെടെ അവരുടെ കൊലപാതകം ഉൾപ്പെടെ പല ക്രൂരതകളും അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹുസൈനാരുടെ മൂത്ത മകൻ അലി അക്ബർ അതാ യുദ്ധമുഖത്തേക്ക് കുതിക്കുന്നു. ഏറെ താമസിയാതെ അദ്ദേഹത്തെയും ശത്രുക്കൾ വെട്ടിവീഴ്ത്തി. തൻ്റെ മകന്റെ ചേതനേറ്റ ശരീരം തോളിലേറ്റിക്കൊണ്ട് കൂടാരത്തിലേക്ക് ചെല്ലുമ്പോൾ കൂട്ട നിലവിളിയാണ് അവിടെ ഉയർന്നു കേട്ടത്. ഹുസൈനാര് തങ്ങള് തൻ്റെ പിതാവ് സമ്മാനിച്ച ദുൽഫുക്കാർ എടുത്തുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തൻ്റെ വാള് ചുഴറ്റി വീശിയപ്പോൾ ശത്രുക്കളിൽ പലരും ആ വാളിന് ഇരയായിട്ടുണ്ടായിരുന്നു. കഥകൾ പറയുന്നു പതി കർബല, കണ്ണീരൊഴുക്കുന്നിതാ കർബല, മുത്ത് ഹുസൈനോരുടെ വേദനിക്കും ഓർമ്മയിൽ, മുത്ത് റസൂലോരുടെ പൗത്രന്റെ ചിന്തയിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു പ്രസംഗം ഞങ്ങളിവിടെ വിരമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തട്ടെ. നമ്മളെല്ലാം എന്നുള്ളത് ഒരു മഹാവൃക്ഷത്തിൻ്റെ തണലിലാണ്, സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ തണലിൽ. അതിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, വിധികർത്താക്കളെ, ഒരു ചരിത്ര സംഭവത്തിൻ്റെ ചുരുൾ നിവർത്തുകയാണ് ഞങ്ങളുടെ കഥയുടെ പേര് മണിയറക്ക് പകരം മക്ബറ. അഖിലാധിപനെ അഹദായവനെ അൽഹംദുടയവനെ അഖില ചരാചര സംരക്ഷകനെ പരമദയാപരനെ ഈ കഥയോതാൻ സദയം ഞങ്ങളിൽ തൗഫീക്കേകിടണേ. ആഖിറ വിജയം നൽകിയ അനുഗ്രഹമെന്നും ചൊരിയണമേ. അതാ അങ്ങോട്ട് നോക്കൂ, ഈത്തപ്പൻ യോലകൾ കൊണ്ട് ഒരു കൊച്ചുകുടി, അതിനകത്ത് കുറേ ആളുകൾ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് അദ്ദേഹം? എന്താണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം.
ആരംഭ ത്വാഹ റസൂലുള്ളാഹി തൻ സങ്കേതം, സങ്കേതത്തിനുള്ളിൽ എന്നുമെന്നും തൻ പരിവാരം, തിരുദൂതരെന്നും വിവരിക്കും മത കാര്യങ്ങൾ, അതു കേട്ടിട്ടാനന്ദം കൊള്ളുമെന്നും തൻ സഹചര. ഈത്തപ്പനത്തടികളും ഓലകളും കൊണ്ട് നിർമ്മിച്ച ആ സങ്കേതത്തിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. ഓരോ ദിവസവും ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന തിരുദൂതർ അന്ന് സംസാരിച്ചത് വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ ദൂതർ അവസാനം വിവാഹം ചെയ്യുന്നതോടെ ഒരാൾ തൻ്റെ വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. ആ സമയം സഭയിൽ നിന്നൊരു തേങ്ങൽ ദൂതർ ശ്രവിക്കുന്നു, ആരാണെന്നുരത്തിടുന്നു. സദെന്ന മറുപടി കേട്ട തിരുനബി അരികിലെ കണച്ചിടുന്നു. പൊട്ടി പൊട്ടി സദ് കരഞ്ഞു, നബിയുടെ ഉള്ളമതാകെ അലിഞ്ഞു. കാരണമുടനടി നബി ആരാഞ്ഞു, സഭയിൽ നിന്നൊരു തേങ്ങൽ ദൂതർ ശ്രവിക്കുന്നു, ആരാണെന്നുരത്തിടുന്നു. ആരാണ് ആരാണ് ആ കരയുന്നത്? ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉപദേശങ്ങളും കൊണ്ട് മുഖരിതമായ ആ സദസ്സ് പെട്ടെന്ന് നിശബ്ദമായി. സദസ്സ് തുടങ്ങും സഅദിലേക്ക് നോക്കി. നബി സഅദിനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, സഅദേ, നിന്നെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്? കരയാനുള്ള കാരണം എന്താണെന്ന് പറയൂ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം. കേട്ടു നബിയെ ഞാൻ വിവാഹത്തിൻ മഹത്വങ്ങൾ, പക്ഷേ എനിക്കൊട്ടും വഴിയില്ല. മുട്ടി പലതരം കവാടങ്ങൾ പലയിടം, പക്ഷേ എനിക്കൊന്നും തുറന്നില്ല. സ്വത്തും കുടുംബവും ധനമതും എനിക്കില്ല, ഒട്ടും സഹിക്കുവാൻ കഴിയില്ല. ആശാ പെരുത്തുണ്ട് കരളുള്ളിൽ എനിക്കെന്നും, വേളി നടത്തുവാൻ വഴിയില്ല. പ്രവാചകരെ, അങ്ങ് പറഞ്ഞ വിവാഹത്തിൻ്റെ മഹത്വങ്ങൾ ഞാൻ കേട്ടു. വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാനെങ്കിലും എനിക്കൊരു പെണ്ണിനെ തരാൻ ആരും കൂട്ടാക്കുന്നില്ല. ഞാൻ മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത പടവുകളില്ല. പക്ഷേ കറുത്ത തടിച്ച ചുണ്ടുകളും മുന്തിരിക്കുല പോലെ ചുരുണ്ട് തെറിച്ചു നിൽക്കുന്ന തലമുടിയും കരിക്കട്ടേക്കാൾ കറുത്ത തൊലിയുമുള്ള എന്നെ വരനായി സ്വീകരിക്കാൻ ഒരു സ്ത്രീയും തയ്യാറാകുന്നില്ല. നിറുത്ത് സഹദേവി ലാഭമെല്ലാം നൽകാം നിനക്കൊരു സ്നേഹമുല്ല. പൂവിതൾ പോലെ വിരിഞ്ഞ പൂവി വഹബിന്റെ പുത്രി കുലീന ബീവി. പോണം ഉടനെ വഹബരികെ, പറയൂ വിവരങ്ങളെല്ലാം തിരികെ. പോരും വഴിയിവിടം വരണം, കല്യാണക്കാര്യം ഉറപ്പിക്കണം. സഹദേ, നീ ഉടൻ തന്നെ മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായ അംർ ബിൻ വഹബിൻ്റെ വീട്ടിൽ പോകണം. സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ വഹബിൻ്റെ ഏക മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് സഹദ് ഞെട്ടിത്തെറിച്ചു പോയി. എന്ത്? മദീനയിലെ ഏറ്റവും വലിയ പണക്കാരൻ, വളരെ അകലെ നിന്നും ഉയർന്നു കാണുന്ന രാജകൊട്ടാരം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ്, ദിവസേന പല രാജാക്കന്മാരും വിവാഹാഭ്യർത്ഥനമായി വന്നിട്ടും തിരിച്ചയക്കുന്ന സൗന്ദര്യധാമമായ ആ പെൺകുട്ടി, ആ കുട്ടിയെ ചോദിച്ച് ഈ നീഗ്രോ വംശജൻ അങ്ങോട്ട് കയറി ചെല്ലുകയോ? കൈകാലും വിറച്ച് കൊണ്ടവർ വേഗം നടക്കുന്നു. വഹബിന്റെ വീടരികിൽ ചേർന്നു, പക്ഷേ സംസാരിക്കുവാൻ പോലും വിഷമിച്ചിട്ട് അവസാനം താൻ വന്ന കാര്യം ഉണർത്തുന്നു. പുന്നാര വഹബേ, നീ തിരുമോളെ എനിക്ക് കല്യാണം ചെയ്തു തരാൻ നബിയോതി ശ്രവിക്ക്.
ധൈര്യമില്ലെങ്കിൽ പോലും വന്നു ഞാൻ ഈ വഴിക്ക്, സങ്കടമുണർത്തുന്നു വേദനയുണ്ടെനിക്ക്. വന്നെത്തി എങ്കിലും ഇവിടമിൽ ഞാനെത്തി, തിരുനബി തന്റെ ആജ്ഞയതാലേ, ദൂതർ നൽകിയ തിരുമൊഴിയാലേ. കടക്കടാ പുറത്ത്. ഇക്കാര്യം ഇവിടെ സംസാരിച്ചാൽ നിന്റെ ഉടലിൽ തല കാണില്ല. വിവാഹം പോലും ഞാൻ കൺമണി പോലെ സൂക്ഷിക്കുന്ന എൻ്റെ മകൾക്ക് രാജകുമാരന്മാർ ഈ പടി കയറി ഇറങ്ങുമ്പോൾ വിവാഹാഭ്യർത്ഥനയുമായി വന്നിരിക്കുന്നു ഒരു നീഗ്രോക്കാരൻ. ഹും, കടന്നു പോകൂ. അപമാന ഭാരത്താൽ തലകുനിച്ച് സഅദ് പടിയിറങ്ങിപ്പോന്നെങ്കിലും വഹബിൻ്റെ വീട്ടിൽ ചില അസ്വസ്ഥതകൾ പൊട്ടിമുളക്കുകയായിരുന്നു. എന്തെന്നല്ലേ, ഈ സംഭാഷണങ്ങളെല്ലാം മറഞ്ഞു നിന്ന് കേട്ടിരുന്ന വഹബിൻ്റെ മകൾ പറഞ്ഞു, പോണം പീതാവോരെ ഉടനടി നബിയോരെ, ചാരത്താണയു എനിക്ക് വേറെ, ഭൂവിൽ മാരനെ വേണ്ട പറയൂ വീരേ. നീഗ്രോയാണെങ്കിലും അല്ലാഹുവിൻ ദൂതർ നമ്മിൽ പ്രതീക്ഷിച്ചയച്ചതല്ലേ, അതിനാൽ എൻ ബാപ്പ ചെയ്തതും മോശമല്ലേ. മകളുടെ വാക്കുകൾ കേട്ട് വഹബ് അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്, അയാൾ നീഗ്രോവാണെങ്കിലും അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെയും തൻ്റെ മകളെയും ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ നബി തിരുമേനിയാണല്ലോ. അതുകൊണ്ട് ഇനി ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. വഹബ് വേഗം നബി സന്നിധിയിലേക്ക് ഓടി. വഹബ് നബി സന്നിധിയിലെത്തുമ്പോൾ സഅദ് തൻ്റെ അനുഭവങ്ങൾ നബിയോട് വിവരിക്കുകയായിരുന്നു. താൻ ചെയ്ത കുറ്റത്തിന് ക്ഷമയാചിച്ചുകൊണ്ട് വഹബ് തൻ്റെ മകളുടെ വിവാഹം നബി സന്നിധിയിൽ വെച്ചുറപ്പിച്ചു. അങ്ങനെ വഹബിൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ആർഭാടപൂർവ്വം അരങ്ങ് തകർക്കുകയാണ്. മംഗല പുതുനാരിയാൾ തൻ വീടലങ്കാരം തുടങ്ങി, സരിഗമാരാഗങ്ങൾ താളം മേള കുതുകുലമാകെ പൊങ്ങി, നാട്ടുകാർക്കുല്ലാസമേറും മംഗള സുദിനം വിളങ്ങി, മഹിമയേറും മംഗളത്തിൻ ഉന്നതമാം കീർത്തി പൊങ്ങി. പുന്നര പുതുനാരിയൊരുങ്ങിയിരുന്നേ, മൈലാഞ്ചി തരിവളയണിഞ്ഞിടുന്നേ, സ്വർണത്തിൽ കുളിച്ച് പെണ്ണൊരുങ്ങിടുന്നേ, സ്വരരാഗ ഗാനമെന്നും ഉയർന്നിടുന്നേ. ധനാഢ്യനായ വഹബിൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ആർഭാടപൂർവ്വം അരങ്ങ് തകർക്കുമ്പോൾ മഹറിന് പോലും പണമില്ലാതെ സഅദ് വിഷണ്ണനായി അലയുകയായിരുന്നു. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹറിനും പുതുനാരിക്കുള്ള ഒടിയാടകൾക്കുമുള്ള ധനം സഅദിന് നൽകി. സഅദിൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. നാളെയുടെ പ്രഭാതം ഞാൻ പുതുമാരനാവുകയാണ്. നാളുകളേറെ കാത്തിരുന്ന ആ അനുഗ്രഹീത മുഹൂർത്തം ഒന്നണയുകയായി. ആനന്ദത്തിൻ്റെ പൂത്തിരിക്കുന്ന ഹൃദയവുമായി സഅദ് അങ്ങാടിയിലേക്ക് ഓടി തൻ്റെ പുതുനാരിക്കുള്ള ഒടിയാടകൾ വാങ്ങാൻ. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ സഅദിന് തോന്നി. യുദ്ധമുറവിളിയും കേട്ട് സഅദ് ഞെട്ടുന്നേ, ഉടനടി വാള് വാങ്ങുന്നേ, മംഗളനാൾ മറക്കുന്നേ. നബി സ്വഹാബും പോർക്കളത്തിൽ അണഞ്ഞ വാർത്തയതും കേട്ട് സഅദ് പായുന്നേ, മംഗള വാർത്ത വെടിയുന്നേ. തൻ്റെ പുതുനാരിക്കുള്ള ഒടിയാടുകൾ വാങ്ങാൻ അങ്ങാടിയിലെത്തിയ സഅദ് യുദ്ധവിളിയാളം കേട്ട് കല്യാണം മറന്ന് പുത്തനുടുപ്പുകൾക്ക് പകരം പുത്തൻ പടവാളും ഒരു മുഖമോടിയും വാങ്ങി യുദ്ധക്കളത്തിലേക്ക് കുതിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അസാധാരണ യുദ്ധപ്പാടകമുള്ള പടയാളി ശത്രുപക്ഷത്തേക്ക് എടുത്തു ചാടി എതിരാളികളെ തലങ്ങും വിലങ്ങും വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്നാണത് സംഭവിച്ചത്. ശത്രുപക്ഷത്തു നിന്നും ഒന്നൊരസ്ത്രം ആ ധീരയോദ്ധാവിൻ്റെ മാറിൽ തുളച്ചു കയറി. പിന്നെ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ആ മഹാൻ സ്വർഗലോകത്തേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി പുതുമാരൻ ഷഹീദായല്ലോ, സുവർഗ സുഖം തേടി അവർ പോയല്ലോ. യുദ്ധം അവസാനിച്ചു.
പോർക്കളം ശാന്തമായപ്പോൾ നബിയും സ്വഹാബത്തും ഷഹീദായി കിടക്കുന്ന മുഖംമൂടി ധരിച്ച ആൾ ആരാണെന്നറിയാൻ അടുത്തു ചെന്നു. അങ്ങനെ മുഖംമൂടി അഴിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സ്തംഭിച്ചു നിന്നുപോയി. നാളെ വഹബിന്റെ മകളുമായി മണിയറ പോകേണ്ട തൻ്റെ പ്രിയ സഹദാണല്ലോ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഒപ്പം സ്വഹാബത്തും. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയത ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ അകമ്പടിയോടുകൂടി മണിയറക്ക് പകരം മക്ബറയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ വ മുസ്തഫാനാ വ ഹബീബിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله العظيم وقال رسول الله صلى الله عليه وسلم العلماء ورثة الأنبياء. ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, ഉസ്താദുമാര്, സഹോദര സഹോദരിമാര്, വിദ്യാർത്ഥികൾ, സമീപകാല മുസ്ലിം ചരിത്രത്തിൻ്റെ സുവർണത്താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു സംഭവ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അഹദവനേ അടിമയാം ഞാൻ അനുദിനവും കരഞ്ഞിടുന്നേ, അഭയം താനീ അധിപതിയേ, അനുഗ്രഹം താ ജഗനിധിയേ. അഹദവനേ അടിമയാം ഞാൻ അനുദിനവും കരഞ്ഞിടുന്നേ. സഹൃദയരെ, ഇലാഹിയായ കലാമിൻ്റെ പ്രചരണത്തിനും വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശ കൈമാറ്റത്തിനും വേണ്ടിയാണ് 1,24,000-ൽ പരം പ്രവാചകന്മാർ ഈ ഭൂമുഖത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ആ ദൗത്യം വളരെ നല്ല നിലയിൽ നിർവഹിച്ചു പോന്നത് പണ്ഡിത സമൂഹമാണ്. അത്തരത്തിൽ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസ പുരുഷനും തെന്നിന്ത്യയിലെ മതപണ്ഡിത ശൃംഖലയിലെ അതിപ്രധാന കണ്ണിയുമാണ് ശംസാനവര് ശറഫാനഗിലം ശംസുൽ ഉലമായെന്നോദി ജനം. ഇൽമാണ് മനം ഇഖ്ലാസിൻ കനം, ഇതിഹാസ ഗുണങ്ങൾ ചേർന്നവര് സംസാണവര്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ക്രിസ്ത്യൻ മിഷണറിയെ കിടുകിടാ വിറപ്പിച്ച ശൈഖുനാ ശംസുൽ ഉലമ. സുഹൃത്തുക്കളെ, 1974 മുതൽക്കാണ് ഫാദർ ജോൺ മുണ്ടക്കന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ മിഷണറി സംഘം ഫിത്തനയുമായി മഞ്ചേരിയിൽ കാലുകുത്തുന്നത്. പാവപ്പെട്ട മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്തുകയും അവർക്ക് വേണ്ട പണവും മറ്റു ഓഫറുകളും നൽകി ക്രിസ്തു മതത്തിലേക്ക് അവർ മതം മാറ്റുകയും ചെയ്തു. അതിനിടക്ക് തന്നെയാണ് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ശൈഖുനാ ശംസുൽ ഉലമ പുറത്താക്കിയ അലവി എന്നയാളെ അവർ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ അവർ മതം മാറ്റുകയും അങ്ങനെ ഫാദർ അലവി എന്ന പേരിൽ അയാൾ അറിയപ്പെടുകയും ചെയ്തു. മഞ്ചേരിയിൽ മിഷണറിമാർ ഒരു സ്ഥലം വാങ്ങുകയും മർക്കസുൽ ബിഷാറ എന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും അലവിയെ അതിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കുകയും ചെയ്തു. പാതിരിമാർ വീടുകളിൽ കയറിയിറങ്ങി, പാപ്പരായ വീടുകളിൽ പണവുമെറിഞ്ഞു.
ആശ നൽകി കഷ്ടതകൾ തീർത്തു തരാമെന്നോഫർ മുന്നിൽ കാട്ടിയവർ മാടി വിളിച്ചു. പാതിരിമാർ വീടുകളിൽ കയറിയിറങ്ങി, പാപ്പരായ വീടുകളിൽ പണവുമെറിഞ്ഞു. വലയെറിഞ്ഞു പണമെറിഞ്ഞ് മനസ്സ് മാറ്റിയേ, ആ വലയിൽ പലരും അന്ന് വീണ് പോയി മനം. വാർത്ത കേട്ടി ഓടിയെത്തി ശംസ് ശൈഖുന, വെല്ലുവിളിച്ചച്ഛനെയും നെഞ്ചുവിരിച്ച്. 1978 മുതൽ 80 വരേക്കും 68ഓളം മുസ്ലിം കുടുംബങ്ങളെ അവർ മതം മാറ്റി. ഇതറിഞ്ഞ ശൈഖുന ശംസുൽ ഉലമ ഫാദർ ജോൺ മുണ്ടക്കന്റെ നേതൃത്വത്തിലുള്ള മിഷണറി സംഘത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചു. മുണ്ടക്കനും ശൈഖുനായും തമ്മിലുള്ള സംവാദം തുടങ്ങി. ആദ്യം ചോദ്യം ചോദിച്ചത് ഫാദർ ജോൺ മുണ്ടക്കനായിരുന്നു. അവസാന പ്രവാചകൻ ആരാണ്? ശൈഖുന ചോദിച്ചു, ആരാണ് പറയൂ. മുണ്ടക്കൻ പറഞ്ഞു, അവസാന പ്രവാചകൻ യേശുവാണ്. തെളിവുണ്ടോ? മുണ്ടക്കൻ തന്റെ പക്കലുണ്ടായിരുന്ന ബൈബിൾ എടുത്ത് മറിച്ചുകൊണ്ട് ശൈഖുനാക്ക് കാണിച്ചു കൊടുത്തു. ശൈഖുന അത് വാങ്ങി മറിച്ചു നോക്കി അവരുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ പക്കലുണ്ടായിരുന്ന പഴയ സുറിയാനി ഭാഷയിലുള്ള ഇഞ്ചീലിന്റെ പതിപ്പ് മുണ്ടക്കന് തുറന്നു കാണിച്ചു കൊടുത്തു. അവസാന പ്രവാചകന്റെ പേര് അഹമ്മദ് എന്നതാണെന്ന് കണ്ട മുണ്ടക്കൻ ഞെട്ടിവിറച്ചു. പിറകെ ശംസുൽ ഉലമായുടെ കനത്ത സ്വരം, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ഒരാളെയും മതം മാറ്റുകയില്ല എന്ന് എഴുതി ഒപ്പുവെച്ചുകൊണ്ട് സ്ഥലം വിടുക. അല്പം ഭയത്തോടെ മുണ്ടക്കൻ പറഞ്ഞു, ഒരൊറ്റ ചോദ്യം കൂടി. ചോദ്യം ഒന്ന് മാത്രമുണ്ടെനിക്ക്, തീർത്ത് തരൂ. വാക്ക് നൽകിടുമോ? ഉത്തരം പറഞ്ഞിടുമോ? എന്താ ചോദ്യമെന്ന് ഞാനും ഒന്ന് കേട്ടിടട്ടെ. ശംസുൽ ഉലമയോതി ജോണിനോടുരത്തിടുവാൻ. ശംസുൽ ഉലമയോതി ചോദ്യമൊന്നുരത്തിടുവാൻ. ജോൺ മുണ്ടക്കൻ ചോദിക്കാൻ തുടങ്ങി. 1,24,000 പരം പ്രവാചകന്മാർ ഈ ഭൂമുഖത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവസാന പ്രവാചകന്റെ അനുയായികളായ പണ്ഡിതന്മാർ അവരുടെ പിന്തുടർച്ചക്കാരാണ് എന്നതുമാണല്ലോ നിങ്ങളുടെ വിശ്വാസം. എങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹം ഞാൻ കൊണ്ടുവന്നാൽ താങ്കൾക്ക് അതിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കുമോ? ശംസുൽ ഉലമ ധ്യാനനിരതനായി തല താഴ്ത്തിയിരുന്നു ഒരു 10 മിനിറ്റോളം. എന്നിട്ട് തല ഉയർത്തിയൊരു ചോദ്യം, എവിടെയാണോ നിന്റെ മൃതദേഹം? കൊണ്ടുവരൂ. സുബ്ഹാനല്ലാഹ്. ശംസുൽ ഉലമയുടെ പ്രതീക്ഷിക്കാത്ത പ്രതിവചനത്തിൽ മുണ്ടക്കൻ ആകെ ഭയന്ന് ഇല്ലാതെയായി. ആ പാതിരാ നേരത്ത് എവിടെ നിന്ന് ഒരു മയ്യിത്ത് ലഭിക്കാൻ? മുണ്ടക്കൻ വേഗം ഒപ്പുവെച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. പിന്നീട് നാം കാണുന്നത് ഫാദറായ ജോണ് പിന്നെ പുണ്യദീനിലെത്തി. പാലകന്റെ ഇഷ്ടം തേടി സത്യദീനിലെത്തി. ശൈഖുനായെ തേടി പിന്നെ നന്ദിയിലുമെത്തി. ശൈഖുന പറഞ്ഞു പോയ വീട്ടിലെത്തു വേഗം. അങ്ങനെ പിന്നീട് നാം കാണുന്നത് നന്ദി ദാറുസ്സലാമിൽ ശൈഖുനാനെ കാണാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച് ഇബ്രാഹിം എന്ന പേര് സ്വീകരിച്ചു വരുന്ന മുണ്ടക്കയാണ്. അൽഹംദുലില്ലാഹ്. ശൈഖുന അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മതം മാറ്റിയ മുഴുവൻ കുടുംബങ്ങളെയും വേഗം ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരൂ. 6 മാസത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ ഒട്ടുമിക്ക കുടുംബങ്ങളെയും പുണ്യദീനിൽ തിരിച്ചെത്തിക്കാൻ സാധിച്ചു. അല്ലാഹു അക്ബർ. ഹലറ് മൗത്തിൻ മണം വീശുന്ന ശൂനം ഈ മലനാട്ടിൽ പൂത്തുലഞ്ഞു. ഹാദി ഈദായിക്ക് ശംസുൽ ഉലമ ഈ മഹിയിൽ പ്രഭ ചൊരിഞ്ഞു. ഹലറ് മൗത്തിൻ മാനം വീശുന്ന സൂനം ഈ മലനാട്ടിൽ പൂത്തുലഞ്ഞു. ഹാദീദായിക്ക് ശംസുൽ ഉലമ ഈ മഹിയിൽ പ്രഭ ചൊരിഞ്ഞു. ഇരുലോക വിജയത്തിൻ മില്ലത്ത് നമ്മിലായി കാട്ടിയ ശൈഖുനയാ. 28 രാവും
ജ്വലിക്കുന്ന അറിവിൻ്റെ പകലോനിതാ. ഹദറെ മൗത്തിൻ മാനം വീശുന്ന സൂനം ഈ മലനാട്ടിൽ പൂത്തുലഞ്ഞോ. ഹാദീദായിക്ക് ശംസുൽ ഉലമ ഈ മഹിയിൽ പ്രഭ ചൊരിഞ്ഞോ. ഹാദി ഇദായിക്ക് ശംസുൽ ഉലമ ഈ മഹിയിൽ പ്രഭ ചൊരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുന ശംസുൽ ഉലമയോടുകൂടെ, നമ്മുടെ ഉസ്താദുമാർ മശായിഖന്മാരോടുകൂടെ, മാതാപിതാക്കളോടുകൂടെ, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.